ലണ്ടൻ മേയർ സാദിഖ് ഖാനെതിരെ വീണ്ടും ഡൊണാൾഡ് ട്രംപ്. ലണ്ടന്റെ മേയർ വൃത്തികെട്ട വ്യക്തിയാണെന്നായിരുന്നു US പ്രസിഡന്റിന്റെ പരാമർശം. ഏത് രാജ്യത്തിലേക്ക് കാലെടുത്തു കുത്തിയാലും അവിടെയുള്ള നേതാവിനെ കുറ്റപ്പെടുത്തി അത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന വ്യക്തിയാണ് ട്രംപ്. ബ്രിട്ടൻ സന്ദർശിച്ചതിനു പിന്നാലെയാണ് ട്രംപിന്റെ ഇത്തരത്തിലൊരു പരാമർശം വന്നത്. പലരും ട്രംപിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു പഠിക്കാനും പറയുന്നുണ്ട്. മറ്റൊരു രാജ്യത്തേക്ക് സന്ദർശനത്തിനായി പോകുമ്പോൾ അവിടെ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് എങ്ങനെയെന്ന് കാണിച്ചു തരുന്ന ഒരേ ഒരു നേതാവാണ് മോദി. ലോകരാഷ്ട്രങ്ങളിലുടനീളമുള്ള നേതാക്കൾ അദ്ദേഹത്തെ മാതൃകയാക്കണമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. സ്കോട്ട്ലാൻഡിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ട്രംപ് സാദിഖ് ഖാനെ കടന്നാക്രമിച്ചത്. സെപ്റ്റംബർ മാസത്തിലെ ബ്രിട്ടൻ സന്ദർശന വേളയിൽ ലണ്ടനിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നതിനിടെയായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഞാൻ നിങ്ങളുടെ മേയറുടെ ആരാധകനല്ല. അയാളുടെ പ്രവർത്തനങ്ങൾ മോശമാണെന്നാണ് ഞാൻ കരുതുന്നത്. ലണ്ടന്റെ മേയർ ഒരു വൃത്തികെട്ട വ്യക്തിയാണെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഖാനെതിരായ ട്രംപിന്റെ പരാമർശങ്ങൾക്കിടെ സ്റ്റാർമർ ഇടപെടുകയും ഖാൻ തന്റെ സുഹൃത്താണെന്ന് പറയുകയും ചെയ്തു. പിന്നെ ബ്രിട്ടൻ സന്ദർശന വേളയിൽ തീർച്ചയായും ലണ്ടനിൽ വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രംപും ഖാനും തമ്മിലുള്ള ബന്ധം അത്ര സൗഹാർദ്ദപരമല്ല. ഇവരുടെ ശത്രുതയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ട്രംപ് ആദ്യമായി US പ്രസിഡന്റ് പദത്തിലെത്തിയ വേളയിൽ കൊണ്ടുവന്ന യാത്രാവിലക്കിനെതിരെ ഖാൻ രംഗത്തെത്തിയിരുന്നു. ഇതോടെ ഖാനെതിരെ ട്രംപും വിമർശനം ഉന്നയിച്ചു. ഖാനെ ബുദ്ധിശൂന്യനെന്നും ട്രംപ് വിളിച്ചിരുന്നു. അതേസമയം നമ്മുടെ വൈവിധ്യം നമ്മെ ദുർബലരാക്കാതെ ശക്തരാക്കുക എങ്ങനെയാണെന്ന് അദ്ദേഹം കാണും. ദരിദ്രരാക്കാതെ സമ്പന്നരാക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം കാണുമെന്നും ഒരു വക്താവ് കൂട്ടിച്ചേർത്തു. ഒരുപക്ഷെ ഇക്കാരണങ്ങളായിരിക്കാം അദ്ദേഹത്തിന്റെ പ്രസിഡന്റിന്റെ കീഴിൽ റെക്കോർഡ് എണ്ണം അമേരിക്കക്കാർ ബ്രിട്ടീഷ് പൗരത്വത്തിന് അപേക്ഷിച്ചത്. സൗത്ത് അയർഷയറിലെ ടേർബറിയിലുള്ള ട്രംപ് ഗോൾഫ് റിസോർട്ടിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഈ വർഷം അവസാനം UK-യിലേക്കുള്ള തന്റെ സംസ്ഥാന സന്ദർശന വേളയിൽ ലണ്ടൻ സന്ദർശിക്കാൻ പദ്ധതിയുണ്ടോ എന്ന് ഒരു പത്രപ്രവർത്തകൻ പ്രസിഡന്റിനോട് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ മേയറുടെ ആരാധകനല്ല. അദ്ദേഹം ചെയ്തത് വളരെ മോശമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നു എന്നും ലണ്ടൻ മേയർ ഒരു വൃത്തികെട്ട വ്യക്തി എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ജൂലൈയിൽ അഭൂതപൂർവമായ രണ്ടാം സംസ്ഥാന സന്ദർശനത്തിനായി തന്നോടും രാജ്ഞി കാമിലയോടും ചേരാനുള്ള ചാൾസ് മൂന്നാമൻ രാജാവിന്റെ ക്ഷണം ട്രംപ് ഔദ്യോഗികമായി സ്വീകരിച്ചു. സെപ്റ്റംബർ 17 മുതൽ 19 വരെ നടക്കാനിരിക്കുന്ന ഈ യാത്രയിൽ US പ്രസിഡന്റിനൊപ്പം ഭാര്യ പ്രഥമ വനിത മെലാനിയ ട്രംപും ഉണ്ടാകും. വിൻസ്കൽ കാസ്ലിൻ ആതിഥേയത്വം വഹിക്കും. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ട്രംപ് മടിക്കുന്നില്ല. സർ കെയർ റിഫോം UK നേതാവ് നിഗൽ ഫാരേജ് എന്നിവരുൾപ്പെടെ നിരവധി UK രാഷ്ട്രീയ വ്യക്തികളെ അടുത്തിടെ പ്രശംസിച്ചു. 2020-2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിൽ ട്രംപ് റാലികളിൽ ഫാരേജ് നിരവധി തവണ പ്രത്യക്ഷപ്പെടുകയും പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു. 2024 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ട്രംപ് തന്റെ ഒരു റാലിയിൽ പറഞ്ഞത് ഫാരേജ് പിന്നണിയിലാണെന്നും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MP മികച്ച ജോലി ചെയ്യുന്നുവെന്നുമാണ്. 2024 നവംബറിൽ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു റാലിയിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞു, എന്തോ കാരണത്താൽ അദ്ദേഹം എപ്പോഴും എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടു, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. അവിടെ അദ്ദേഹം അത് നന്നായി ഇളക്കി മറിക്കുന്നു. ജനുവരിയിൽ രണ്ടാം തവണയും അധികാരമേറ്റതിനു ശേഷം 2024 പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സർ കെയറിന്റെ പാർട്ടിയെ ട്രംപ് പ്രശംസിച്ചു. അതായത് ലേബർ നേതാവ് പ്രധാനമന്ത്രിയായി. തിങ്കളാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ സർ കെയർ നിന്ന് തനിക്ക് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന് US പ്രസിഡന്റ് വ്യക്തമാക്കി. ഞങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോഴെല്ലാം, ഏതു തരത്തിലുള്ള പിന്തുണ ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിന് വളരെയധികം നന്ദിയുള്ളവരാണ്. ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.